പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 2:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഒരു വീട്ടിൽ നിന്നൊരു 120 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പം 2:30 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 5:30 6 മണിയാകുമ്പോഴത്തേന് എത്താൻ പറ്റും. അപ്പോൾ യാദഗിരികുട്ട അഥവാ യദാദ്രി എന്ന് പറയുന്ന ഒരു അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ. അപ്പം മക്കളൊക്കെ നല്ല ഉറക്കമായി വണ്ടിയിൽ കിടന്നിട്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കയറിയുകൊണ്ട് തന്നെ അവർ നല്ല ഉറക്കം പിടിച്ചു. അപ്പം ഞങ്ങൾ നല്ല ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുകയാണ്. അപ്പം ഇത് കണ്ടോ, വലിയ പാറക്കെട്ടിൻ്റെ മുകളിൽ ചെറിയതായിട്ടൊരു ബിൽഡിംഗ് ആണ്. പക്ഷെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ അത്രയും ചെറുതായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ നല്ല പച്ചപ്പുകളൊക്കെ കാണാനുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ 2 സൈഡും കാണാനായിട്ട്. അപ്പം ഞാനാദ്യം കരുതിയത് ഇതായിരിക്കും ഞങ്ങൾ പോകുന്ന അമ്പലം എന്നാണ്. പക്ഷെ അതല്ല കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെയും ദൂരെ യാത്ര ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കൂടി യാത്ര ചെയ്തപ്പോൾ നമ്മൾ 2 സൈഡിലും കുരങ്ങന്മാർ നിറച്ചും ഇരിപ്പുണ്ട് കേട്ടോ. കുട്ടിക്കുരങ്ങന്മാരും വലിയ കുരങ്ങന്മാരൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ആക്കി മക്കൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. വർഷമൊക്കെ കുരങ്ങന്മാരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ച് പിന്നെ വീണ്ടും യാത്ര ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു തടാകവും അതിൻ്റെ പുറത്ത് നല്ല ചെടിത്തോട്ടങ്ങളും, അപ്പം അവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതുമൊക്കെ കണ്ട് നമ്മൾ നേരെ പിന്നെയും യാത്ര കഴിച്ചു. അപ്പോൾ ഞങ്ങൾ പോയതാ ഇപ്പം ഈ കാണുന്ന നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മൾ പോകുന്ന അമ്പലം. അപ്പോൾ അത് വലിയ പാറമുകളിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാനോർത്ത് ഇത് അടുത്തെത്താറായിരുന്നു. അപ്പോൾ അല്ല, പിന്നെയും പോകാനുണ്ട് കേട്ടോ. മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും ദൂരത്തിന് ഇത് കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ യാത്ര തിരിച്ചു പിന്നെ. അപ്പോൾ അവിടെ നരസിംഹ സ്വാമിയാണ് പ്രതിഷ്ഠ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം വിഷ്ണുവിൻ്റെ അവതാരമാണ് നരസിംഹസ്വാമി. ഒരു മലമുകളിൽ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ മനോഹരമായ ക്ഷേത്രമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കറുത്ത ഗ്രാനൈറ്റ് കൊണ്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രൂപങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. യാദഋഷി എന്ന മുനിക്ക് മുന്നിൽ നരസിംഹ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന നിലയിൽ ഈ ക്ഷേത്രം അതിൻ്റെ പുരാണ പ്രാധാന്യത്തിനും പേര് കേട്ടതാണ് കേട്ടോ. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്താറായി. ഇപ്പം നടന്നു പോകുന്നവർക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കുറേ അങ്ങോട്ട് നടന്നു കയറാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മക്കളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നടന്നു കയറാനൊന്നും മെനക്കെട്ടില്ല. ഞങ്ങൾ നേരെ പാർക്കിംഗ് എവിടെയാണെന്ന് വെച്ച് അവിടത്തേക്ക് വിട്ടു. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തപ്പോൾ അതിനും പാർക്കിംഗ് ചാർജ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേനും ഒരു സ്ത്രീ ഉണ്ട് ഈ ഗോപിക്കുറിയൊക്കെ വരച്ചു തരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ആദ്യം കരുതി ഇതൊക്കെ വെറുതെ നമുക്ക് ചെയ്തു തരുന്നതാണ്, അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനും ചാർജ് ഉണ്ടെന്നുള്ള കാര്യം പിന്നെ എത്ര അറിയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് 6 പേർക്കും ഇതൊക്കെ ചെയ്തു തന്നു. അപ്പം ഓരോന്നിന് 10 രൂപയാണ് കേട്ടോ റേറ്റ്. അപ്പോൾ അവിടെ ഞങ്ങളതൊക്കെ വരച്ച് പൈസയും കൊടുത്ത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് തെലങ്കാന ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ബസ് ഉണ്ട് കേട്ടോ. ഫ്രീ സർവീസാണ് നമുക്ക് അമ്പലത്തിൻ്റെ അവിടുത്തം വരെ. അപ്പോൾ ഭക്തജനങ്ങളെ അവർ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്യും. അപ്പം ഞങ്ങളങ്ങനെ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ പോകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിൽ കേട്ടോ. തിരിച്ചു വരുമ്പോഴത്തേനും കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അത്രക്കും ജനങ്ങളായിരുന്നു തിരിച്ചു വരാൻ. അപ്പം ബസ്സിൽ പോകുമ്പോഴും നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അത്ര മനോഹരമാണ് കേട്ടോ കാണാൻ വേണ്ടി 2 ഭാഗവും. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ താഴെ വശം മൊത്തം ഗാർഡനാണ് കേട്ടോ. അപ്പോൾ നല്ല പച്ചപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനിടെ പൂക്കളൊക്കെ ആയിട്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നതൊന്നും നമുക്ക് ബസ്സിലിരിക്കുമ്പോൾ തോന്നുന്നേ ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ്. കണ്ടോ എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പം ഞങ്ങൾ കുറച്ച് മുകളിലോട്ട് അങ്ങോട്ട് എത്തുമ്പോഴേക്കും താഴോട്ടൊന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എത്രയും മുകളിൽ എത്തിക്കഴിഞ്ഞു. എന്താ താഴെ ബിൽഡിംഗ് ഒക്കെ കാണുന്നു. നമ്മൾ വന്ന റോഡൊക്കെ കാണാൻ കേട്ടോ, കാറ് കൊണ്ട് വന്ന്. അപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് കവാടത്തിൻ്റെ അടുക്ക് എത്താറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫ്രണ്ട് കവാടമാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ബസ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പിന്നെയും നടന്ന് കയറാനുണ്ട് കുറച്ചും കൂടി കേട്ടോ. അപ്പം നമുക്ക് ബസ് ഇറക്കി വിടുന്നിടം വരെ നമ്മളെ ഫോണ് അലൗഡ് ഇല്ല നമുക്ക്. അപ്പം നമ്മൾ ഇതിൻ്റെ ചുമരിനൊക്കെ കണ്ടോ നല്ല കുത്തുപണികളൊക്കെ. അപ്പോൾ ഇവിടം വരെയാണ് ബസ് നമ്മളെ കൊണ്ടുവിടുന്നത്. ഇവിടുന്ന് നമ്മളെ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറ്റി വിടുള്ളൂ. നമ്മൾ ഫോണൊക്കെ അവിടെ വാങ്ങി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അത്രക്കും മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഗുഹേൻ്റെ ഉള്ളിലാണ് ഈ പ്രതിഷ്ഠ ഇരിക്കുന്നത്, അതായത് നരസിംഹസ്വാമി ഇരിക്കുന്നത്. അപ്പം അത്രക്കും മനോഹരമാണ്. കാണാൻ പറ്റുന്നവരൊക്കെ പരമാവധി വന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം ഞങ്ങൾ അങ്ങനെ ഫോണൊക്കെ അവിടെ കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അതൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി കേട്ടോ. ഏകദേശം സന്ധ്യയായി. അപ്പം മടങ്ങി വരുന്ന സമയത്തും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട് ലൈറ്റും കൊണ്ടുള്ള. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് മടങ്ങി. അപ്പോൾ അടുത്ത ഒരു കുഞ്ഞു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം.